പ്രിൻസി. ഞാൻ ഹൈദരാബാദിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 മെയ് 9-നാണ്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും. അതുവഴി ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടുമൊക്കെയുണ്ട്. അത് കഴിഞ്ഞ് ഞാനും ഇവിടെ വരുമ്പോൾ ലീവിനായിട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡ് CS എക്സാം എഴുതുകയായിരുന്നു. അത് ഒത്തിരി നാൾ കൊണ്ട് 8 വർഷം കൊണ്ട് എഴുതുകയായിരുന്നു. അത് ഫൗണ്ടേഷൻ കോഴ്സ് പാസ്സായി. അത് കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് ലെവൽ പാസ്സാകുന്നില്ലായിരുന്നു. ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിക്കും, അമ്മ ഉടമ്പടിയിൽ വെക്കും, ഇടയ്ക്ക് പാസ്സാകും. അങ്ങനെ കഴിഞ്ഞാൽ ഫൈനൽ പാസ്സാകുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം എഴുതി പാസ്സായില്ല, സെക്കൻഡ് ടൈം എഴുതി പാസ്സായില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു ഉടമ്പടി എടുക്കും. ഞാൻ ഉടമ്പടി എടുക്കണം എന്ന് തീരുമാനിച്ച് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചപ്പോഴേ ഞാൻ ഇവിടുത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും എല്ലാം ചെയ്ത് ഞാൻ ഒരുങ്ങിയാണ് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് പോയി മെയ്യിൽ ഉടമ്പടി എടുത്തു. ജൂണിലായിരുന്നു എക്സാം. ജൂൺ 1, 2 തൊട്ടായിരുന്നു എക്സാം. ഇവിടെ പുള്ളി എക്സാമിന് പോകുമ്പോഴത്തേക്ക് ഞാൻ നേർച്ച വസ്തുക്കളെല്ലാം വെച്ച് തൈലം വെച്ച് വരച്ചെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ ഫുഡിൽ ഉപ്പിട്ട് കൊടുക്കുമായിരുന്നു. മാതാവിൻ്റെ കാശ് ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ടായ കാശ് രൂപ ഞാൻ പോക്കറ്റിൽ കുത്തി കൊടുക്കുമായിരുന്നു. പുള്ളി എക്സാമിന് പോകുന്ന അത്രയും സമയം 3 hours ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കൊന്തയല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ജൂണിൽ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് ഓഗസ്റ്റിൽ വന്നപ്പോൾ പുള്ളി പാസ്സാക്കി തന്ന അമ്മ മാതാവ് 8 വർഷമായിട്ട് പാസ്സാക്കി തന്നെനിക്ക്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി വെക്കാത്ത എൻ്റെ നിയോഗമാണ്. എനിക്ക് ഒരു 10-15 വർഷമായിട്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റാൽ ഭയങ്കര ജലദോഷവും തുമ്മലും ഭയങ്കര അലർജിയായിരുന്നു. ഞാൻ ഹോമിയോ മെഡിസിൻസ് 2 വർഷത്തോളം പാക്കേജായിട്ട് യൂസ് ചെയ്തു, അലോപ്പതി മെഡിസിൻസ് യൂസ് ചെയ്തു. എന്ത് യൂസ് ചെയ്തിട്ടും എനിക്ക് വലിയ ആ സമയത്ത് മാത്രം ഒരു ആശ്വാസം കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയും പഴയതുപോലെ തന്നെയായിരുന്നു. എനിക്ക് അങ്ങനെ പഴയതിനേക്കാൾ കൂടുതൽ വരാനുള്ള ചാൻസസായി. പിന്നെ എനിക്ക് സെട്രിഷൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ആദ്യമൊക്കെ എനിക്ക് 2-3 ദിവസം കൂടുമ്പോൾ ഒന്നെടുത്താൽ മതിയായിരുന്നു. പിന്നീട് അത് എനിക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൻ്റെ എടുക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 10-15 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് കുറയാൻ തുടങ്ങിയത്. എനിക്കിപ്പോൾ നല്ല പൂർണ്ണ സൗഖ്യം കിട്ടി. ഒരു 99% എനിക്ക് സൗഖ്യം കിട്ടി. ഇനി കുറച്ചൊക്കെ എൻ്റെ ശ്രദ്ധ കൊണ്ട് ചിലപ്പം വരാറുണ്ടെന്നല്ലാതെ എനിക്ക് 99% എനിക്ക് അമ്മ മാതാവ് മാറ്റി തന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിന് ഞാനിവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് മാതാവിനെക്കുറിച്ച് ഞാൻ ഹൈദരാബാദിലെ തെലുഗരാണ്. അവരോട് ഞാൻ എൻ്റെ മാതാവിനെക്കുറിച്ചും മാതാവിൻ്റെ പത്രം കൊടുത്ത് അവിടെ നിന്ന് പോയപ്പോൾ ഞാൻ തെലുങ്ക് പത്രവും ഇംഗ്ലീഷും പത്രവും ഒക്കെ മേടിച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ ഞാൻ തെലുങ്ക് പത്രവും കൊടുത്ത് ഞാൻ വായിക്കാൻ പറയുകയും മാതാവിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കേൾപ്പിക്കുകയും യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുകയും എല്ലാം ചെയ്ത് അതിൻ്റെ ഫലമായി അവൾ ഒത്തിരി വർഷങ്ങളായിട്ട് ഗവൺമെൻറ് ജോബിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് 5 വർഷത്തോളം എക്സാം എഴുതുന്നുണ്ടായിരുന്നു, കിട്ടാറില്ലായിരുന്നു. അത് ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി അവൾക്ക് ഒരു 2 മാസത്തിനുള്ളിൽ അവൾക്ക് ഗവൺമെൻറ് ജോബ് കിട്ടി. അവൾ ഗവൺമെൻറ് ജോലി ചെയ്യുന്നു. പിന്നെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചത് ഞാൻ കഴിഞ്ഞ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ റിട്ടേൺ ടിക്കറ്റ് എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് അത് സാധാരണ അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിലും തലേ ദിവസം അത് കൺഫേം ആവാറുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റ് 4 ഉണ്ടായിരുന്നുള്ളൂ. അത് കൺഫേം ആവാറുണ്ട്. ഞാനും ശ്രദ്ധിച്ചില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോൾ എൻ്റെ ടിക്കറ്റ് ക്യാൻസലായി. എനിക്ക് റിട്ടേൺ ടിക്കറ്റ് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ അന്ന് ഒത്തിരി വിഷമിപ്പിച്ചു, സങ്കടപ്പെട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്താണ് ഞാൻ ചെയ്യേണ്ടത്. എൻ്റെ മക്കളുണ്ടായിരുന്നു കൂടെ. മക്കളെ കൊണ്ട് ഞാൻ എങ്ങനെ കയറുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്നാണേലും ലോക്കൽ ടിക്കറ്റ് എടുത്ത് ഞാൻ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് കയറി കഴിഞ്ഞ് TTR ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എന്നോട് സീറ്റ് പോയിരുന്നോളാൻ പറഞ്ഞു. ഞാനങ്ങനെ പോയിരുന്നു. പക്ഷേ ഒരു 4-5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ചുറ്റും എല്ലാവരും വന്നറിഞ്ഞു. ഞങ്ങളിരിക്കുന്ന സീറ്റിൽ മാത്രം ആരും വന്നില്ല. ഒരു 10 ആയപ്പോഴത്തേക്കും ഞങ്ങളിരിക്കുന്ന സീറ്റിലും വന്നു. ആൾക്കാരെല്ലാം വന്ന് നിറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും ഓർത്തുകൊണ്ട് ഞാൻ പിന്നെ ഒരു 2 സീറ്റ് ഞാൻ പിള്ളേരെ കൊണ്ട് ഞാൻ 2-3 സീറ്റ് മുമ്പോട്ട് പോയി കമ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് പോയിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെ മുകളിൽ 2 സീറ്റ് കാലിയായിട്ട് കിടക്കുന്നു. ഞാനും പിള്ളേരെയും കൊണ്ട് അവിടെ കയറി കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആരെങ്കിലും വന്നാൽ എഴുന്നേക്കാൻ വിചാരിച്ചും കിടന്നു. പക്ഷേ എനിക്ക് രാത്രി മൊത്തം എനിക്ക് അവിടെ നിന്ന് എഴുന്നേക്കേണ്ട അവസ്ഥ വന്നില്ല. ആ രാത്രി ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഉറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും
അമ്മ മാതാവ്. ഞാൻ താഴെ നോക്കിയപ്പോൾ എനിക്ക് അറിയാവുന്ന ആരുമില്ല. അവിടെ എല്ലാവരും അവിടുത്തെ ഹിന്ദുക്കളായിട്ട് തിരുപ്പതി അങ്ങ് കഴിഞ്ഞ് പോകുമ്പോൾ അവരെല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും ഇതുമാണ്. അപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നവരാണ് ആ ട്രെയിൻ നിറച്ചു ആ സമയത്ത്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അമ്മ മാതാവ് എനിക്ക് ഈ ജപമാല എൻ്റെ ബെഡിൽ വെച്ച് തന്നു. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ, ഞാൻ ഉടമ്പടി എടുത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ ആ മാതാവിനോട് പ്രാർത്ഥിച്ചാണ് ഇറങ്ങിയത്. അമ്മ മാതാവ്, നീ എൻ്റെ കൂടെ എൻ്റെ ഹൈദരാബാദ് വരണം എന്ന് പ്രാർത്ഥിച്ചാണ് ഇറങ്ങിയത്. അതിൻ്റെ അടയാളമായിട്ടാണ് അമ്മ മാതാവ് എനിക്ക് അമ്മയുടെ സാന്നിധ്യം അറിയിച്ചു തന്നു. അമ്മ മാതാവ് എൻ്റെ കൂടെ വരുന്നുണ്ടെന്നുള്ളതിന് എനിക്ക് ഇത് കാണിച്ചു തന്നു അമ്മ മാതാവ് എനിക്ക്. പിന്നെ അടുത്തതായിട്ട് എനിക്ക് എന്താ അസുഖം ഉണ്ടെങ്കിലും എനിക്ക് ഈ ജോലി ചെയ്യുമ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഞാൻ സ്റ്റാഫ് നേഴ്സിംഗ് സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഡ്യൂട്ടിയിൽ ഇരുന്നും എനിക്ക് ഷോൾഡർ പെയിൻ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഷോൾഡർ പെയിൻ, ലെഗ് പെയിൻ അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാനത് ഒരു 1-2 പ്രാവശ്യം തൈലം ഉപയോഗിക്കുമ്പോഴത്തേക്കും എനിക്കത് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഷോൾഡർ പെയിൻ സിവിയർ ആയിട്ടുണ്ടായിരുന്നു. കൈയൊന്നും പൊക്കാൻ വയ്യ, കഴുത്തൊന്നും ഇങ്ങനെ അനക്കാൻ പോലും വയ്യാതിരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ അമ്മ മാതാവിൻ്റെ തൈലം എടുത്ത് ഓരോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതുപോലെ മക്കൾക്ക് ഞാൻ എന്ത് വന്നാലും ഞാൻ അമ്മയുടെ തൈലവും ഉപ്പും തേനും കൊടുത്താണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. അവർക്കും അത് കുറഞ്ഞു കിട്ടാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ അവിടെ വൈറ്റ് സൈഡിൽ ഇരിക്കുന്നവർക്ക് എല്ലാ മാസവും തന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി സഹായിച്ചിട്ടില്ലെങ്കിലും ഉള്ളതുപോലെ സഹായിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനിവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി പത്രം പിള്ളേർക്ക് കൊടുക്കും. പിന്നെ അവിടെ അറിയാത്തവരോടുള്ള ഞാനിവിടുത്തെ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുക്കും. തെലുഗരോടും എല്ലാവരോടും ഇംഗ്ലീഷും ഹിന്ദിയും പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്.